നിങ്ങൾക്ക് ശനിദോഷമുണ്ടോ? നിങ്ങളുടെ ശനിദോഷം മാറുന്നത് എപ്പോഴാണ്? ശനിദോഷം മൂലം ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ്? നമുക്ക് നോക്കാം ഇപ്പോൾ ശനിദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ ശനിദോഷം മാറുവാൻ പോകുകയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശനിദോഷം മാറുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 7.5 ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ. ഇവർക്ക് ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൻ്റെ 12ലാണ് ശനി നിൽക്കുന്നത്. തടസ്സങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. എന്നാൽ 2025 മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറുകയും ഈ ശനിദോഷത്തിൽ നിന്നും അവർക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ അവിട്ടം, ചതയം, പുരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. ജന്മരാശിയിൽ ശനി നിൽക്കുമ്പോൾ അവർക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ, മടി, അലസത, ഉറക്കക്കൂടുതൽ, ഒരു കാര്യത്തിന് താല്പര്യമില്ലാത്ത അവസ്ഥ, വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ മന്ദതയിലോട്ട് പോവുക, ജോലിയിൽ മന്ദതയിലോട്ട് പോകുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഉള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകാൻ സാധ്യത വളരെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഈ ഒരു അടുത്ത വർഷത്തോടു കൂടി മാർച്ച് മാസത്തോടുകൂടി മാറ്റം ഉണ്ടാകുകയും ചെയ്യും. പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇവർക്ക് ജന്മത്തിൻ്റെ 2ാം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സംസാരം മൂലം പ്രശ്നങ്ങളുണ്ടാകുക, ഇവരുടെ സാമ്പത്തികമായി കുടുംബ സ്വത്ത് ലഭിക്കാതെ വരിക, അതിൽ നിന്നുള്ള ആദായങ്ങളില്ലാതെയാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു ജീവിതത്തിൽ. ഇവർക്ക് അതിനുള്ള നല്ലൊരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. കണ്ടകശനി ദോഷത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കാർത്തിക, രോഹിണി, മകയിരം. കർമ്മരംഗത്താണ് ദോഷം വരുന്നത്. അത് കർമ്മരംഗത്തിൽ നിത്യവും ജോലിയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കാതെ വരിക, സാമ്പത്തിക നഷ്ടമുണ്ടാകുക, വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ മടിയുണ്ടാകുക, പഠിക്കാത്തൊരവസ്ഥയിലോട്ട് പോവുക, മാർക്കുകൾ കുറയുക, ബിസിനസ് ചെയ്യുന്നവർക്ക് പരാജയങ്ങളും നഷ്ടങ്ങളും വരിക, ഇങ്ങനെയുള്ള ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് 7 ശനി നിൽക്കുന്നത് മൂലം കുടുംബത്തിനുള്ളിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, വിവാഹം വളരെ നീണ്ടു പോവുക, നടക്കാത്ത അവസ്ഥയിലോട്ട് പോവുക, അത് നടന്നാലും നല്ലൊരു സന്തോഷകരമായ ജീവിതമില്ലാത്തൊരവസ്ഥയിലോട്ട് പോവുക, പ്രണയിക്കുന്നവർക്ക് പരാജയങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് വിശാഖം, അനിഴം, തൃക്കേട്ട കണ്ടകശനി ദോഷം അനുഭവിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ, അതായത് അച്ഛനമ്മ, സഹോദരങ്ങൾ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, അത് കുടുംബത്തിനുള്ളിൽ നിന്നും, അതായത് നിങ്ങളുടെ വസ്തുവോ വീടോ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പണി പൂർത്തിയാകാതെ വരിക, വസ്തു വിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാതെ വരിക, അത് വാങ്ങാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അഷ്ടമ ശനിദോഷം അനുഭവിക്കുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കൂടാതെ അസ്ഥി സംബന്ധമായ പെയിനുകൾ, നടുവേദന എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയും നിസ്സാര ആരോഗ്യ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക, അതിനുവേണ്ടി ചിലവാകുകയും അല്ലെങ്കിൽ കളവുകൾ സംഭവിക്കുക, മോഷണങ്ങൾ പോവുക, നഷ്ടങ്ങൾ വരിക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നക്ഷത്രക്കാരാണ്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർ ഇത്രയും ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഈ ദോഷങ്ങൾ ഇവരിപ്പോഴും ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വരുന്ന 2025 മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി ശനിദോഷം മാറുകയാണ്. ഇവർക്കെല്ലാവർക്കും ശനി മാറുകയും ശനി അടുത്ത രാശിയിലോട്ട്, മീനൻ രാശിയിലോട്ട് കടക്കുമ്പോഴേക്കും ഈ രാശിക്കാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ വളരെ കൂടുതൽ ദോഷങ്ങൾ അനുഭവിച്ചു, ഈ പറഞ്ഞ നക്ഷത്രക്കാർ ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ വഴിപാടുകൾ കഴിപ്പിക്കുക. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, ഭഗവാന് എള്ള് പായസ വഴിപാട് കഴിപ്പിക്കുക, കടും പായസ വഴിപാട് നടത്തിക്കുക, അരവണ പായസ വഴിപാട് നടത്തിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത്, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നല്ല, നോൺ വെജ് എല്ലാം ഒഴിവാക്കി ഈശ്വരനാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയെല്ലാം ചെയ്താൽ ശനിദോഷത്തിൽ നിന്നും നല്ലൊരു മാറ്റം ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ ഒരു വഴിപാട് കഴിപ്പിക്കുന്നവർ പലരും പറയാറുണ്ട്, 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 3 വർഷം കൊണ്ടോ നീരാഞ്ജനം കഴിപ്പിക്കുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ നെയ്വിളക്ക് കഴിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഫലം ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാന ദേവനായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ വേണം, അത് എന്ത് പരിഹാരം ചെയ്യുമ്പോഴും അങ്ങനെ വേണം ചെയ്യാൻ. അതായത് അയ്യപ്പനൊരു നീരാഞ്ജനം കഴിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ
തന്നെ ചെയ്യുക. ദേവിക്കൊരു വഴിപാട് കഴിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ദേവീ ക്ഷേത്രത്തിൽ തന്നെ പ്രധാന ദേവതയായി ദേവി ഇരിക്കുന്ന അമ്പലങ്ങളിൽ തന്നെ ചെയ്യുക. ഉപദേവത ക്ഷേത്രങ്ങളിലും നിങ്ങൾ ഇങ്ങനെയുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലികളോ നീരാഞ്ജനോ കഴിപ്പിക്കുമ്പോഴേക്കും അതിനുള്ള ഫലം അത്രയ്ക്കും കുറയും. അതിൻ്റെ ഒരു 10 ഇരട്ടി ഫലം നമുക്കുണ്ടാകും പ്രധാന ദേവനായിരിക്കുന്ന അമ്പലങ്ങളിൽ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴേക്കും. അപ്പോൾ നീരാഞ്ജനം കഴിപ്പിക്കുകയോ നെയ്വിളക്ക് കഴിപ്പിക്കുകയോ ചെയ്യുമ്പോഴേക്കും ശാസ്താംകോവിലോ അല്ലെങ്കിൽ അയ്യപ്പൻ കോവിലോ അങ്ങനെ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിലോ ഇതെല്ലാം പ്രധാന ദേവനായിട്ടുള്ള അമ്പലങ്ങളിൽ നിങ്ങൾ പുഷ്പാഞ്ജലികളും വഴിപാടുകളും എല്ലാം കഴിപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ ദോഷങ്ങൾ മാറുകയും ഈ പ്രശ്നങ്ങൾ അധികം ജീവിതത്തിൽ വരാതെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ വരുന്ന 2025 മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി ശനി മാറുകയാണ്. ശനി മാറുമ്പോൾ അടുത്ത രാശിയിലോട്ട് കടക്കും, മീനരാശിയിലോട്ട് കടക്കുമ്പോഴേക്കും മറ്റ് നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ശനിദോഷങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഏത് നക്ഷത്രക്കാർക്കാണ് ശനിദോഷം വരാൻ പോകുന്നതിനെക്കുറിച്ചും അടുത്തൊരു വീഡിയോയിൽ കാണാം.